ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പിന്നെ നമ്മൾ പോകുന്നത് മാനന്തവാടിക്കാണ്. ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉള്ളൂ, മറ്റു രണ്ടാളും വീട്ടിലാക്കി. ഇപ്പോൾ പോകുന്നത് ഈദിന് വേണ്ടിയിട്ട്, അതായത് പെരുന്നാളിനൊക്കെ വേണ്ടിയിട്ടൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ മക്കൾക്ക് രണ്ടാൾക്കും ഇപ്രാവശ്യം സ്കൂളിലൊക്കെ ഒന്നും വാങ്ങിയിട്ടില്ല, അങ്ങനെ പോകുന്നതാണ്. പിന്നെ ഒന്ന് ഹോസ്പിറ്റൽ കയറാനുണ്ട്. പിന്നെ നമ്മുടെ തയ്യൽ മെഷീനിൽ മോട്ടർ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം ഇറങ്ങിയതാണ്. മാനന്തവാടി പോക്ക് ഒരു ദിവസത്തെ മെനക്കെടായതുകൊണ്ട് ഓരോന്നിനായിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാനിട്ടാട്ടാ. അപ്പോൾ ഇതാ മാനന്തവാടി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ കയറി. ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ഒരു ആയുർവേദിക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് ഡോക്ടറൊക്കെ കണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാനന്തവാടി ബഡാ ബസാറിലാണ്. അവിടെ എന്താ പറയുക, ശരിക്കും ഒരു 10 നോട്ട് എടുത്താൽ 10 നോട്ട് ബുക്ക് ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരുടെയും ഞങ്ങൾ ചെല്ലുമ്പോൾ തിരക്ക് കുറവാണെങ്കിലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കേനു കേട്ടോ. കാരണം എല്ലാത്തിനും റേറ്റ് കുറവിൽ സാധനം കിട്ടും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്കൂളിലൊക്കെ സാധനം വാങ്ങാണ്ടിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കും 10 നോട്ട് ബുക്കിന് 10 നോട്ട് ബുക്കും 10 പേനയും ഫ്രീ തന്നിട്ടുണ്ട്. അങ്ങനെ നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ ബാഗ് വാങ്ങാനുണ്ട്. മോക്ക് ചെറിയ ബാഗ് മതിയല്ലോ, അപ്പോൾ ഫെബ്മോക്ക് അങ്ങനെ ചെറിയ ബാഗ് നോക്കി വാങ്ങി. ഫെർമോക്ക് ഓക്ക് ഇഷ്ടപ്പെട്ട ബാഗും വാങ്ങിയിട്ടുണ്ട്. ബാഗിനൊക്കെ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. തീരെ കുറവെന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടും, അത്ര തന്നെ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഒരു ബാഗ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഓക്ക് കാണിക്കുമ്പോൾ ഓക്ക് ഇഷ്ടപ്പെടില്ല, അതാണ് മോക്ക് അങ്ങനെ കേട്ടോ. അങ്ങനെ ഓക്ക് ഇഷ്ടപ്പെട്ട ബാഗ് തന്നെ കിട്ടി, അതുതന്നെ എടുത്തു. ഇനിയിപ്പോൾ വാട്ടർ ബോട്ടിലുണ്ട്. 3 പീസ് 199 രൂപ, അങ്ങനത്തെ കുപ്പികളൊക്കെ ഉണ്ട്. നമ്മൾ സാധാ നോർമലാണ് വാങ്ങിയത്. അതൊക്കെ ഒരു 90 രൂപയാണെന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, റേറ്റ് കുറവെന്ന് വിചാരിച്ചിട്ട് പക്കാ ലോക്കലൊന്നല്ല, നല്ലത് തന്നെയാണ്. പിന്നെ നോക്കിയെടുക്കണം. പിന്നെ സ്കൂളിലേക്ക് സാധനം വാങ്ങാൻ വരുമ്പോൾ എല്ലാത്തതൊക്കെ നമുക്ക് കയ്യിലൊതുങ്ങുന്ന റേറ്റിൽ ഇവിടെ കിട്ടും. അങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ ഓരോന്നും തപ്പിത്തെരഞ്ഞ് നോക്കി രണ്ടാൾക്കും ഓരോന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബോക്സ്, പൊതിയിടുന്നത്, പിന്നെ അങ്ങനെ 2 ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. പൗച്ച് അവിടെ നിന്ന് അങ്ങനത്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ മോൻ അവിടെ നിന്ന് ബനീൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബോക്സ് എടുക്കാം. വാട്ടർ ബോട്ടിൽ ഇഷ്ടപ്പെട്ട് 2 എടുത്തിട്ടുണ്ട്. ഇപ്പം ബോക്സ് എടുക്കുമ്പോൾ ഫെമോക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ ബോക്സിൻ്റെ അകത്ത് പെൻസില്, സ്കെയില്, മാക്ക് ഡബർ അങ്ങനെയുള്ള ഒരു ബോക്സാണ് എടുത്തത്. അതിന് എനിക്ക് എത്ര റേറ്റ് എനിക്കത്ര ഓർമ്മയില്ല കേട്ടോ. ഇനിയിപ്പം എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളതൊക്കെ ആയിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഇടാം. എന്തായാലും വയനാട്ടിലുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ബഡാ ബസാർ. സ്കൂൾ ഷോപ്പിങ്ങിനൊക്കെ അടിപൊളിയാണ്, കാരണം എല്ലാ ഐറ്റംസും ഉണ്ട്. റേറ്റ് കുറവായതുകൊണ്ട് തന്നെ ശരിക്കും 1-2 പഠിക്കുന്ന മക്കളുണ്ടല്ലോ, അതായത് 2 മക്കളൊക്കെ പഠിക്കുന്നവർക്ക് ഒരുപാട് സാധനം വാങ്ങേണ്ടി വരും. അപ്പോൾ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ബോക്സ് എടുത്തു, പിന്നെ പൗച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് നോക്കിയിട്ടോ. ഡ്രസ്സ് എനിക്ക് അത്ര ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ അത്രക്കുള്ളതൊന്നുമില്ല. പിന്നെ അത് നമ്മൾ വിട്ട്, കാരണം കുറച്ച് നേരം ഇങ്ങനെയെല്ലാം നോക്കി. പക്ഷേ നമുക്ക് ആ ഒരു പ്രൈസിൽ അതത്ര ഇതല്ല. പക്ഷെ പെൺകുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ഗേൾസിന് എടുക്കാനുണ്ട്. ഗേൾസിന് നോക്കുകയാണെങ്കിൽ കുഞ്ഞു മക്കൾക്ക് നല്ലതുണ്ട്. അതായത് 1 വയസ്സ് 2 വയസ്സിൻ്റെ ഒക്കെ കുട്ടികൾക്ക് ഡ്രസ്സ് നല്ലതുണ്ട്. പിന്നെ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, പാത്രങ്ങളായിട്ടും കുടയായിട്ടും ചെരുപ്പായിട്ടും ബാഗായിട്ടും ഒക്കെ
ഒക്കെ അവിടെ കിട്ടും. എന്ത് വേണമെങ്കിലും, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമായാലും സ്റ്റീലിൻ്റെ ആയാലും അലുമിനിയത്തിൻ്റെ ആയാലും അങ്ങനെ എല്ലാതും ഉണ്ട് അവിടെ. അങ്ങനെ ഡ്രസ്സ് കുറച്ച് നേരം നോക്കിയിട്ട് ഇഷ്ടപ്പെടാത്തതുണ്ട്, അപ്പോൾ നമ്മളിങ്ങനെ പോന്നിട്ടുണ്ട്. അങ്ങനെ സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങിയ വീഡിയോ ആയിട്ട് എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളതിനൊരു വേറെ തന്നെ സെപ്പറേറ്റ് വീഡിയോ ഇടാം കേട്ടോ. പിന്നെ നമുക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. നമ്മളെല്ലാവർക്കും എടുക്കാനുണ്ട്, എനിക്കും മക്കൾക്കും ഉമ്മാക്കും എല്ലാവർക്കും എടുക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതാ ഡ്രസ്സൊക്കെ എടുത്ത്, ഡ്രസ്സ് എന്തൊക്കെയാണെന്നുള്ള പെരുന്നാളിൻ്റെ അന്ന് കാണാം. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട്, കാരണം ബില്ല് ചെയ്യാൻ നിൽക്കുകയാണേ, കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച്, നല്ല ടാങ്കിൻ്റെ ജ്യൂസ്. പിന്നെ നിങ്ങളൊക്കെ ഇതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോ, കമൻറ്റ് ചെയ്യാം കേട്ടോ. അവിടുന്ന് ബില്ലൊക്കെ കൊടുത്തിട്ട് നമ്മൾ അടിയെ തന്നെയുള്ള അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടൽ, അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തത്, അപ്പോൾ അതിന് വേണ്ടി കാത്ത് നിൽക്കാം കേട്ടോ. കാരണം നല്ല വിശക്കുണ്ട്, കാരണം സമയം എനിക്കൊന്നൊരു 2:30 മണി ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി വന്നു, ഇനിയിപ്പോൾ ബിരിയാണി കഴിക്കട്ടെ കേട്ടോ, ഫുഡൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോവല്ല, നമുക്ക് മെഷീൻ്റെ, അതായത് തയ്യൽ മെഷീനിൻ്റെ മോട്ടർ വാങ്ങണം. ഇപ്പം എൻ്റെ സാധാ മെഷീനാണ്, അതിന് മോട്ടർ ഫിറ്റ് ആക്കണം. അപ്പോൾ അത് പെട്ടെന്ന് ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് അത് വാങ്ങാൻ പോകും. അങ്ങനെ ഇതാ കുറച്ചപ്പുറത്ത് തന്നെ വണ്ടി എടുത്തിട്ട് പിന്നെയും കുറച്ചങ്ങോട്ട് പോകണം. അവിടെ നിന്ന് മെഷീൻ്റെ മോട്ടറൊക്കെ വാങ്ങി വീട്ടിൽ പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിന് ഡ്രസ്സ് എടുത്തോ, സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. അവിടെ കാണുന്ന ബെല്ലൈക്കണിൽ തൊട്ടാലാണ് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അതും കൂടി മറന്നു വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് ബൈ.